കുന്നംകുളം സ്വദേശി രാമദാസ് ഷൺമുഖന്റെ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് വെട്ടേറ്റു മരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ വെച്ച് മദ്യപിച്ചതിനു പിന്നാലെയുണ്ടായ വാക്കുതർക്കം രാമദാസിനെ കൊല്ലുന്നതിലെത്തി നിന്നു. മീൻ കച്ചവടക്കാരനായ ഷൺമുഖൻ മത്സ്യം വെട്ടുന്ന കത്തി ഉപയോഗിച്ചാണ് രാമദാസിനെ ആക്രമിച്ചത്. ഇരുകാലുകളിലും ആഴത്തിൽ മുറിവേറ്റ രാമദാസിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാലിലെ എല്ലുകൾ മുറിഞ്ഞ് രക്തം വാർന്നാണ് രാമദാസ് മരിച്ചത്. രാമദാസിനെ ആശുപത്രിയിലെത്തിക്കാൻ നാട്ടുകാരോടൊപ്പം ഷൺമുഖനുമുണ്ടായിരുന്നു. സുഹൃത്തുക്കളായ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോഷണക്കേസിൽ രാമദാസ് ഷൺമുഖനെ കുടുക്കിയെന്ന വൈരാഗ്യവും കൊലപാതകത്തിലേക്ക് നയിച്ചതായാണ് പോലീസ് കണക്കാക്കുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഷൺമുഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യം കുറ്റം നിഷേധിച്ച ഷൺമുഖൻ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിച്ചു. തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ഷൺമുഖൻ വർഷങ്ങളായി കണ്ണമംഗലത്താണ് താമസം. ഷൺമുഖനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മദ്യപാന സമയത്ത് കൂടെയുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. കൊലപാതകം നടന്ന കണ്ണമംഗലത്തെ വീട്ടിൽ പോലീസും ശസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങളും എത്തി തെളിവെടുത്തു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.